കൊട്ടിയൂർ അമ്പലം തുറക്കുന്നതിൻ്റെ ഒരു മാസം മുന്നേ തുടങ്ങിയിരുന്നു അമ്പലത്തിലേക്ക് പോകാനുള്ള എൻ്റെ പ്രിപ്പറേഷൻ. അന്യസംസ്ഥാനത്തുള്ള ആളുകളുടെ വരവ് കൂടിയതുകൊണ്ട് വളരെ തിരക്കായിരിക്കും എന്നറിയാം. അതുകൊണ്ട് CBSE സ്കൂളുകളൊക്കെ തുറക്കുന്ന ആ ദിവസമാണ് ഞാൻ പോകാൻ വേണ്ടി സെലക്ട് ചെയ്തത്. ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു മടുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് തലശ്ശേരി വരെ ട്രെയിനും അവിടുന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് KSRTC ബസ്സിനുമാണ് പോയത്. എന്തോ ഭാഗ്യത്തിന് KSRTCയുടെ ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ആ 2 മണിക്കൂറത്തെ യാത്ര ആസ്വദിക്കാൻ പറ്റി. ബാഗും ചെരുപ്പൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമ്മൾ സമയം കളയാതെ അമ്പലത്തിലേക്കാണ് പോയത്. പുഴയിൽ ഒഴുക്ക് കുറവായതുകൊണ്ട് പുഴ വഴിയാണ് നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോയത്. പോകുന്ന വഴിക്ക് കല്ലൊക്കെ എടുത്ത് ഒരതിയൊക്കെ നോക്കി ചന്ദനം കിട്ടി. പ്രദക്ഷിണം ചെയ്യുന്ന ഭാഗത്ത് ഫോൺ ഉപയോഗിക്കരുതെന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളതുകൊണ്ട് ആ ഭാഗമൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് എടുക്കുന്നത് കണ്ടു. കുറച്ച് ഇറിറ്റേഷൻ തോന്നിയത് കണ്ടപ്പോൾ. ഇത്രയും വലിയൊരു ബോർഡ് വെച്ചിട്ടും അതനുസരിക്കാതിരിക്കുന്നത് എന്ത് തരം സിവിക് സെൻസ് ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. അമ്പലത്തിൽ ചെല്ലുമ്പം വല്ലാത്തൊരു തരം വൈബാണ്. പ്രകൃതി ശിവനോട് ചേരുന്ന ഒരു സ്ഥലം എന്ന് പറയില്ലേ, അതുപോലെ ഒരു ചെറിയ ചാറ്റൽ മഴ കൊണ്ട് അവിടെ ആ പടികളുടെ മുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്പിരിച്വൽ വൈബ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞറിയിക്കുക. ഇത്രയും തിരക്ക് കുറഞ്ഞൊരു സമയം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ആ സമയത്ത് പോകാൻ പറ്റിയത് ശരിക്കും ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു. ശരിക്കും കൊട്ടിയൂർ പെരുമാൾ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ച പോലെ.